30 വയസ്സിനുള്ളിൽ 10 കല്യാണം. യുവാക്കളെ അതിമനോഹരമായി പറ്റിച്ച രേഷ്മയുടെ ജീവിതരീതി കേട്ട് അമ്പരന്നിരിക്കുകയാണ് പോലീസ്. എറണാകുളം ഉദയംപേരൂർ സ്വദേശിനിയായ രേഷ്മ ഇത്രയും പേരെ ദാമ്പത്യത്തിൽ കുടുക്കി കബളിപ്പിച്ചത് എന്തിനെന്ന് പോലും പോലീസിന് പിടികിട്ടുന്നില്ല. കക്കാനും നിൽക്കാനും അറിയാവുന്ന വിവാഹ തട്ടിപ്പ് വീരത്തിയാണെന്ന് നിസ്സംശയം പറയാം. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ആര്യനാട് പോലീസ് ഇന്ന് അപേക്ഷ നൽകും. രേഷ്മ വിവാഹം കഴിച്ച എല്ലാവരെയും പോലീസ് ബന്ധപ്പെട്ടു. ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. 10 പേരെ കല്യാണം കഴിച്ചിട്ടും ഇവർക്കാർക്കും ഒരു പരാതിയുമില്ല. വിവാഹം കഴിക്കൽ മാത്രമായിരുന്നു രേഷ്മയുടെ ലക്ഷ്യം. അതിനുമപ്പുറം പോലീസിനെ അമ്പരിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. രേഷ്മ വിവാഹം ചെയ്ത ഭർത്താക്കന്മാരുടെ കുടുംബവുമായി വളരെ നല്ല ബന്ധമാണ് ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത്. നല്ലവളായ മരുമകൾ. ഈ കുടുംബങ്ങളുമായെല്ലാം പോലീസ് ബന്ധപ്പെട്ടു. ബീഹാറിൽ സ്കൂൾ അധ്യാപികയാണെന്നാണ് എല്ലാവരെയും രേഷ്മ പറഞ്ഞു വച്ചിരിക്കുന്നത്. ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്നിറങ്ങി അടുത്തയാളിന്റെ വീട്ടിലേക്ക് രേഷ്മ പോയിരുന്നത്. മിക്ക ദിവസങ്ങളിലും കൃത്യമായ സമയം വച്ച് അലാറം വച്ച് ഭർതൃ വീടുകളിലേക്ക് ഫോൺ വിളിക്കാനും രേഷ്മ ശ്രദ്ധിച്ചിരുന്നു. ഇതുമൂലം ആർക്കും വലിയ സംശയമൊന്നും തോന്നിയിരുന്നില്ല. 2014 രേഷ്മ ആദ്യമായി വിവാഹം കഴിക്കുന്നത്. പിന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട വൈക്കം സ്വദേശിയെ 2022 വിവാഹം ചെയ്തു. ട്രെയിൻ യാത്രക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി, തിരുവനന്തപുരം, കൊല്ലം, തൊടുപുഴ, വാളകം സ്വദേശികൾ തുടങ്ങിയവരെയെല്ലാം വിവാഹം ചെയ്തു. വിവാഹത്തിനുശേഷം കൂടുതൽ കാലം ജീവിച്ചത് കൊല്ലം സ്വദേശിക്കൊപ്പമായിരുന്നു. 2023 ജനുവരിയിലായിരുന്നു വിവാഹം. ഈ ബന്ധത്തിലാണ് കുഞ്ഞുണ്ടായത്. എന്നാൽ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലി 10 വീട്ടുകാർ സംശയം പ്രകടിപ്പിച്ചത് പ്രശ്നമായിരുന്നു. ഭൂരിഭാഗം ഭർത്താക്കന്മാരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ചു കളയുകയായിരുന്നു രേഷ്മയുടെ രീതി. പിടിയിലാകുമ്പോൾ നെടുമങ്ങാട് സമീപത്തെ പഞ്ചായത്തംഗം, കോട്ടയം സ്വദേശി, തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. ടൈം ബി ന്യൂസ്, തിരുവനന്തപുരം.